ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്, അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്തൊക്കെ ടിപ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡു യു ഓൾസോ ഫേസ് ദിസ് ഇഷ്യൂ ഓഫ് ഗോയിങ് ബ്ലാങ്ക് വൈൽ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്? നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടൈമിന് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആവുന്ന ഒരവസ്ഥ. Let me ask you one thing. Do you know the grammar rules? Do you know few English words? നിങ്ങൾക്ക് കുറച്ച് ഗ്രാമർ റൂൾസും അതുപോലെ കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറിയും അറിയോ? Grammar or vocabulary is not the reason for this. You need to know only a few words in order to speak in English. നമുക്ക് കുറച്ച് വൊക്കാബുലറി അറിയെങ്കിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ലെവലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് കട്ടിയുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ വൈ ഡസ് മൈ മൈൻഡ് ഗോ ബ്ലാങ്ക്? ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, ദിസ് ഈസ് ദ സൈക്കോളജിക്കൽ പ്രോബ്ലം. നമുക്കിതിപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമല്ല, നമ്മുടെ മദർ ടങ് ആയ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും നമുക്ക് ചില സമയത്ത് അങ്ങനെയുള്ള പ്രശ്നം വരും, നമുക്കൊരു ഹെസിറ്റേഷൻ വരും. അത് എന്തുകൊണ്ട്? If the person opposite to you and that person speaks good English better than you, that time our mind goes blank. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആള് എന്തായിരിക്കും, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തായിരിക്കും, നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് പോലും നമ്മുടെ മൈൻഡിൽ വരത്തില്ല. ആ സമയത്ത് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ അത്യാവശ്യം നന്നായിട്ട് മലയാളത്തിൽ ഇപ്പോൾ ഒരു ഡിബേറ്റിനൊക്കെ പോയിട്ടാകുമ്പോൾ നന്നായിട്ട് അവർ ഡിബേറ്റ് ചെയ്യാൻ പ്രാപ്തനാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് ചില സമയത്തൊന്നും കിട്ടില്ല. ആ സമയത്ത് നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇഫ് ദ പേഴ്സൺ ഓപ്പോസിറ്റ് ടു യു ആൻഡ് ദാറ്റ് പേഴ്സൺ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ യു, ദാറ്റ് ടൈം അവർ മൈൻഡ് ഗോസ് ബ്ലാങ്ക്. I know very well, but when I begin to talk in English, I just go blank. അല്ലേ, എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ പറയുന്നത് സ്കെയർഡ് ഓഫ് പീപ്പിൾ ജഡ്ജിങ് യു, സ്കെയർഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. അല്ലേ, നമ്മളെ ഓപ്പോസിറ്റുള്ള ആൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്, അതേപോലെ നമ്മളിപ്പോൾ എന്തൊക്കെ ഒരു മിസ്റ്റേക്സ് ഉണ്ടായാൽ, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ അവരെന്താന്ന് ചിന്തിക്കുക, ആ ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, എസ്പെഷ്യലി ദ ഓപ്പോസിറ്റ് പേഴ്സൺ ഈസ് സ്പീക്കിംഗ് വെരി വെൽ, അവർ മൈൻഡ് ജസ്റ്റ് ടോട്ടലി ഗോ ബ്ലാങ്ക്. ദ റീസൺ ഈസ് സ്കെയർഡ് ഓഫ് പീപ്പിൾ ജഡ്ജിങ് യു ആൻഡ് സ്കെയർഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. സ്കെയർഡ് ഓഫ് പീപ്പിൾ ജഡ്ജിങ് യു, സ്കെയർഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്, ഇതാണ് ഫസ്റ്റ് പറഞ്ഞ റീസൺ അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഹെസിറ്റേഷൻ. We more used to speak in our native language. We are not ready to adapt to a new language. നമ്മൾ നാറ്റീവ് ലാംഗ്വേജ് ആണ് മെയിനായിട്ട് സംസാരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വി ആർ നോട്ട് റെഡി ടു അഡാപ്റ്റ് ടു എ ന്യൂ ലാംഗ്വേജ്. നമ്മൾ പുതിയൊരു ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറല്ല. അഡാപ്റ്റ് മീൻസ് ആക്സെപ്റ്റ്. ഞാൻ അഡാപ്റ്റ്, അഡോപ്റ്റ്, അഡപ്റ്റ് ഇങ്ങനെ 3 വേർഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്യാം. ഓക്കെ, even though we wish to speak English, still we cannot continue speaking in English for a long time. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ്, നമ്മളത് പകുതിക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യും അല്ലേ. നമുക്കത് കുറേ സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. അതിൻ്റെ ഇടയിൽ എന്തായിരിക്കും, നമ്മുടെ മദർ ടങ് കയറി വരും അല്ലേ. even though we wish to speak English, still we cannot continue speaking in English for a long time. Lack of motivation. We do not have determination of speak in English. When we are talking to a person, if they ask something in English, we are hesitate to answer them in English. You couldn't get the word. Suddenly, we feel I can't do this anymore and we give up. Okay? അപ്പോൾ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഇല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഡിറ്റർമിനേഷൻ ഇല്ല. ദെൻ എന്താണ്, നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ നമ്മൾ തിരിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്തായിരിക്കും, അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ്സ് കിട്ടാണ്ട് നിൽക്കുമ്പം അയ്യോ നമുക്കത് കിട്ടിയിട്ടില്ല, അവരുടെ മുന്നിൽ നമ്മൾ നാണം കെട്ടുപോയി എന്നുള്ളൊരു ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വന്നാൽ എന്തായിരിക്കും, നമ്മൾ സഡൻലി വി ഫീൽ ഐ കാൺ ഡു ദിസ് എനിമോർ ആൻഡ് വി ഗിവ് അപ്പ്, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും.
ഓക്കെ, ഇതാണ് വേറൊരു റീസൺ എന്ന് പറയുന്നത്. Suffering is needed to make progress. No pain, no gain. There is no shortcut. Just think, why did I learn English? അല്ലേ, നമ്മൾ സഫർ ചെയ്താൽ മാത്രമേ നമുക്കതിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. നോ പെയിൻ നോ ഗെയിൻ. പെയിൻ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ജസ്റ്റ് തിങ്ക്, വൈ ഡിഡ് ഐ ലേൺ ഇംഗ്ലീഷ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മലയാളമൊക്കെ സംസാരിക്കുന്നത്? നമ്മളതൊക്കെ ഇങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി എങ്ങനെ നടക്കാൻ വേണ്ടി പഠിക്കുന്നത്? കുറേ വീണ് അവൻ വീണ്ടും അതിനു വേണ്ടി ട്രൈ ചെയ്യും അല്ലേ. അങ്ങനെ ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്താലാണ് അവർക്ക് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ മാക്സിമം അതിനു വേണ്ടി അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളും ഇംഗ്ലീഷ് സംസാരിക്കണം, ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ മൈൻഡിൽ, അങ്ങനെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്താൽ എന്തായിരിക്കും, നമുക്കും ഈസി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. സഫറിങ് ഈസ് നീഡഡ് ടു മേക്ക് പ്രോഗ്രസ്. നോ പെയിൻ നോ ഗെയിൻ. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ജസ്റ്റ് തിങ്ക്, വൈ ഡിഡ് ഐ ലേൺ ഇംഗ്ലീഷ്. പ്രാക്ടീസ് ഡസൻറ്റ് മേക്ക് എ മാൻ പെർഫെക്റ്റ്, ബട്ട് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് 1 മന്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിൻ്റെ അകത്ത് 1 or 2 hour നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് 2 days നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ദെൻ അടുത്ത 2 days നമ്മൾ സ്കിപ്പ് ചെയ്തു. അഗെയിൻ വീണ്ടും 2 days നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു. ദെൻ അഗെയിൻ 1 day നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ അതൊരു പെർഫെക്റ്റ് പ്രാക്ടീസ് അല്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ബട്ട് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നമ്മൾ ആ 1 month കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ്. നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്ര ഈസി അല്ല, കുറച്ച് റിസ്കി ആയിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷെ നമ്മുടെ മൈൻഡിന് നമ്മൾ തന്നെ സെറ്റാക്കി വെച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യേണ്ടത്? പ്രാക്ടീസിങ് വിത്ത് യുവർ സെൽഫ്. നമ്മളുമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ജസ്റ്റ് മിറർ ടോക്ക്. സ്റ്റാർട്ട് പ്രാക്ടീസിങ് വിത്ത് യുവർ സെൽഫ്. ദാറ്റ് മീൻസ് യു ജസ്റ്റ് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. നമ്മൾ മിറർ നോക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. ഓക്കെ, ഡോണ്ട് ജസ്റ്റ് ടോക്ക് 1 or 2 sentences and then demotivated and give up. Then again start talking our native language. No, this is not the right method. നമ്മൾ ഒരു 1 or 2 സെൻറ്റൻസ് സംസാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് സെറ്റായി വരില്ല അല്ലേ. പിന്നെ ആദ്യം നമ്മൾ എന്തായിരിക്കും, നമ്മുടെ നാറ്റീവ് ലാംഗ്വേജിൽ സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതല്ല ഒരു റൈറ്റ് മെത്തേഡ്. നമ്മളൊരു 15-20 minute നമ്മൾ മിററുമായിട്ട് നമ്മളൊരു ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്ക് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യും. ഇന്നത്തെ ദിവസം ഞാൻ ഇതായിരിക്കും സംസാരിക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ തന്നെ ഓൾറെഡി നമ്മളൊരു സെൻറ്റൻസ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക. അതിനെ പറ്റിയിട്ട് നമ്മൾ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഷുഡ് യു ഡു ഈസ് സെറ്റ് എ ഗോൾ ഇൻ യുവർ മൈൻഡ്. 1 month at least daily I am going to practice the mirror talk. Okay, 15 minutes or 20 minutes നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15-20 minutes ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, 2nd month onwards I will get confident and I will start recording myself. 2nd month onwards എന്തായിരിക്കും, നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതെന്തിനാ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ when you record yourself you can see how you spoke and if any mistake you can correct yourself accordingly. You can also track your progress. നമ്മുടെ പ്രോഗ്രസ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് നമ്മൾ എവിടെയാണോ നമ്മുടെ ഇംഗ്ലീഷ് ലെവൽ ഉണ്ടായിരുന്നത്, അതുപോലെ 1 month നമ്മൾ മിറർ ടോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഏത് ലെവലിൽ നമുക്ക് കുറച്ചും കൂടി ഫ്ലുവൻസ് നമ്മുടെ ടങ്ങിന് ഈസി ആയിട്ട് നമുക്ക് ഓരോ വേർഡ്സും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് റീഡിംഗ് ബുക്ക്. ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു, മിറർ ടോക്ക്. ഓക്കെ, വെൻ വി ഫസ്റ്റ് സ്റ്റാർട്ടഡ് റീഡിങ് 1 of the 2 things happens. നമ്മൾ ബുക്ക് റീഡ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ
ചില ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദ ബുക്ക് വുഡ് പുട്ട് മീ ടു സ്ലീപ്പ്. നമ്മൾ ബുക്ക് വായിക്കാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും, മിക്ക ആൾക്കാർക്കും ഉറക്കം വരും അല്ലേ. We would get an irritation because even after reading a sentence over and over again, we would still not understand what it means. നമുക്ക് ചില വേർഡ്സ് അല്ലെ ചില സെൻറ്റൻസ് എന്തായിരിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പിന്നെയും റീഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത ആ ഒരു ഇറിറ്റേഷൻ നമുക്കുണ്ടാവും. വി വുഡ് ഗെറ്റ് എൻ ഇറിറ്റേഷൻ ബിക്കോസ് ഈവൺ ആഫ്റ്റർ റീഡിങ് എ സെൻറ്റൻസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ വി വുഡ് സ്റ്റിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ്. റീഡിംഗ് ഹാസ് ഇംപ്രൂവ്ഡ് അവർ സെൻറ്റൻസ് ഫോർമേഷൻ സ്കിൽസ്. നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാനുള്ള ഒരു സ്കില്ല് ഇംപ്രൂവ് ആയി കിട്ടും റീഡ് ചെയ്താൽ. പിന്നെ റീഡിങ് ഈസ് ആൻ എക്സസൈസ് ഫോർ ആർ ടങ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്ങിനൊരു എക്സസൈസ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ടൈമിന് എന്തായിരിക്കും, നമുക്ക് ചില സമയത്ത് ചിലപ്പോൾ വേർഡ് കിട്ടാണ്ട് നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റീഡിംഗ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് മെത്തേഡാണ് ഷാഡോയിങ്. While watching any English content videos, you just pause the video and repeat the sentences, same pronunciation. Continue this process daily 15 to 20 minutes. നമ്മൾ ഒരു ഇംഗ്ലീഷ് കോണ്ടന്റ് വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്യുക. ഓക്കെ, ആ സെൻറ്റൻസ് നമുക്ക് വരുമ്പോൾ ആ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെയിം പ്രൊനൗൺസിയേഷനിൽ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷനും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടിന്യൂ ദിസ് പ്രോസസ് ഡെയിലി 15 to 20 minutes. നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ദെൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളിപ്പം മലയാളം മൂവീസ് അല്ലെങ്കിൽ ഹിന്ദി മൂവീസൊക്കെ വാച്ച് ചെയ്യുന്ന ടൈമിന് നമുക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരും അല്ലേ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും കാര്യങ്ങൾ. അങ്ങനെയാകുമ്പം ആ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ എന്ത് ചെയ്യുക, അത് പോസ് ചെയ്യുക, ജസ്റ്റ് നമ്മൾ തന്നെ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. വൺസ് യു ബിക്കം കംഫർട്ടബിൾ വിത്ത് യുവർ സെൽഫ്, സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് പീപ്പിൾ അറൗണ്ട് യു വിത്ത് സിമ്പിൾ ടോപ്പിക്. നമ്മളൊരു കംഫർട്ടബിൾ സോണിലെത്തിന്ന് ഒരു ഫീല് വന്നിട്ടാകുമ്പം നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുമായിട്ട്, മെയിനായിട്ട് വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. മെയിൻലി സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ അവരുടെ ഇംഗ്ലീഷ് ബുക്സ് നിന്നൊക്കെ നമുക്ക് പുതിയ പുതിയ വൊക്കാബുലറീസ് നമുക്ക് കിട്ടും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിലെഴുതുക. ദെൻ അതിൻ്റെ മീനിങ് ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് മീനിങ് കിട്ടും. ഇംഗ്ലീഷിലും കിട്ടും, അതുപോലെ മലയാളത്തിലും കിട്ടും. അപ്പോൾ അതെന്താന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അത് നമ്മൾ സെൻറ്റൻസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ റീഡിങ് ബുക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബുക്സ് ചെയ്തിട്ടാകുമ്പോൾ വേറൊരു മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്തായിരിക്കും വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഗ്രാമർ റൂൾസും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൂടെ വരും. നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല.